അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് ഇരിക്കുന്നത് ടാറ്റയുടെ ഏറ്റവും പുതിയ അൾട്രാ പ്രൈമിന്റെ 30 സീറ്റ് നമ്മുടെ ഫിക്സഡ് ക്ലാസ് അല്ല കേട്ടാ, സ്പ്ലിറ്റ് ക്ലാസ്സുകൾ AC ബസ്സായിട്ടാണ് വന്നാണ് കേട്ടാ. ഇതിന്റെ വിശേഷങ്ങൾ നോക്കിയാലോ. ഒരു 30 സീറ്റർ കിടിലം ബസ് അങ്ങോട്ട് പൂച്ചാലോ. ഇതാണ് ഗൈസ് നമ്മുടെ LPO 8.6/44 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡല്. മാർക്കപ്പോളോ ആണ് ഈ വാഹനത്തിന്റെ ബോഡി സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. നമ്മളിപ്പോ ഒരുപാടായി ടാറ്റയുടെ ബസ്സുകൾ റിവ്യൂ ചെയ്യണം. എന്താന്ന് വെച്ചാൽ കാരണം നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടി പല സെഗ്മെന്റിൽ ഒരുപാട് ഓപ്ഷനിൽ നമ്മുടെ ടാറ്റയുടെ ചെറിയ ബസ് ആയിക്കോട്ടെ വലിയ ബസ് ആയിക്കോട്ടെ ചേസുകളായിക്കോട്ടെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി വാഹനത്തിന് അടുത്ത് നോക്കുമ്പോൾ മുകളിൽ 2 പാർക്ക് ലൈറ്റ് വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ മുകളിൽ ഒരു ഹിഡൻ മിറർ വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ ഒരു കൊമ്പ് പോലത്തെ മിറർ വരുന്നുണ്ട്. ഇതാണ് വാഹനത്തിന്റെ ഏറ്റവും പുതിയൊരു ഫേസ്. താഴ്ഭാഗത്ത് ഒരു കിഡിലൻ ഹെഡ്ലാമ്പ് യൂണിറ്റ് കാണാം. ഡുവൽ വൈപ്പേഴ്സ് വരുന്നുണ്ട് വിത്ത് വാഷറാണ്. ഒരു 4400 mm ആണ് വാഹനത്തിന്റെ വീൽ ബേസ് വരുന്നത്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു പേരിൽ 44. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ്. അതിൽ DRL യൂണിറ്റ് താഴെ വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്ററും കാണാം. വാഹനത്തിന്റെ ഹെഡ്ലാമ്പ് വരുന്നത് ഹാലോജൻ ബൾബാണ്. യെല്ലോ കളറാണ് വരുന്നത്. ആ ഒരു ഫ്രണ്ടിലത്തെ ഒരു കിറ്റുകളെല്ലാം ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഹെഡ്ലാമ്പ് യൂണിറ്റിന്റെ കേട്ടോ. പിന്നെ ഹണിക്കും ഗ്രില്ലാണ് ഫ്രണ്ടിൽ കൊടുത്താണ്. ഇവിടെ ടാറ്റയുടെ അതിഗംഭീരമായിട്ടുള്ള ലോഗോ വരുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുന്നത് 30 സീറ്റർ AC ബസ്സാണ്. അതായത് ഫിക്സഡ് ഗ്ലാസ് അല്ല, സ്പ്ലിറ്റ് ഗ്ലാസ് ആണ്. അതുപോലെ തന്നെ പുഷ് ബാക്കും കൂടെയാണ്. ഇവിടെ താഴ്ഭാഗത്തായിട്ട് സ്റ്റോക്ക് കണ്ടീഷനിൽ ഫോഗ് ലാമ്പും കൂടെ വാഹനത്തിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ മാർക്കപ്പോളോ എന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു ഭാഗത്തിൽ ഇതൊരു ബോണറ്റ് ആട്ടോ ചെറുതായിട്ട്. നമുക്ക് ഇവിടെ തുറന്നു കഴിഞ്ഞാൽ വാഹനത്തിന്റെ ആ ഒരു ഇന്റർകൂളറും അതുപോലെ തന്നെ റേഡിയേറ്റർ സംവിധാനങ്ങളെല്ലാം ഇവിടെ കാണാൻ പറ്റും. ഇനി ഇതിന്റെ മെയിൻ ഹൃദയഭാഗം നോക്കുകയാണെങ്കിൽ ഒരു 3300 cc നമുക്ക് സിമ്പിൾ ആയിട്ട് 117 kW പവറും 475 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കിഡിലൻ എഞ്ചിനാണ് വാഹനത്തിന്റെ അകത്ത് കൊടുത്തത്. പിന്നെ KSRTC എടുത്തിട്ട് വിജയകരമായിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വെഹിക്കിളും കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഡ്രൈവറിന്റെ അടുത്തൊരു ഗ്ലാസ് ഉണ്ട്. ഇൻ കേസ് നമുക്ക് AC എങ്ങാനും റൺ ചെയ്തില്ലെങ്കിൽ തുറന്നിടാം. അല്ലെങ്കിൽ കാറ്റ് കയറാനും അത് ഉപകാരപ്പെടും കേട്ടോ. ഇവിടെ ഒരു ബ്ലാക്ക് ഡിസൈൻ കൊടുത്തത് ഒരു എടുത്ത് കാണുന്നുണ്ട് കേട്ടോ. നല്ലൊരു ക്വാളിറ്റി ഉണ്ട് കാണാനായിട്ട്. ഡോറൊക്കെ ഏകദേശം ഒരു 90 ഡിഗ്രി തുറക്കുന്നുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ഡ്രൈവർക്ക് വല്ലാണ്ട് ഹൈറ്റിലല്ലാട്ടിരിക്കണം. പക്ഷെ എയർ സീറ്റുകളാണ് കൊടുത്തത്. ഇവിടെ എയർ ഫിൽറ്ററിന്റെ സംവിധാനങ്ങൾ കാണാം. ഇത് തുറന്നു കഴിഞ്ഞാലാണ് എയർ ഫിൽറ്റർ മാറ്റുള്ളത്. ഈ ഭാഗത്ത് വൈപ്പറിന്റെ ആ ഒരു വാഷറിനുള്ള വെള്ളമാണ്. ടാങ്ക് ഫില്ലിയാളുടെ ടാങ്കാണ് കാണാനുള്ളത്. ഇനി വാഹനത്തിന്റെ ടയർ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്തായാലും നോക്കിക്കഴിഞ്ഞാൽ കാണാം 225/75 R 17.5 ഇഞ്ചിന്റെ വലിയ ടയേഴ്സാണ് കൊടുത്തേക്കുന്നത്. അത് മാത്രമല്ല ഓൾ വീൽ ഡിസ്ക് ബ്രേക്കുകളാണ്. പാരബോളിക് സസ്പെൻഷൻ ആണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്താണ് കേട്ടോ. പിന്നെ ഇവിടെ ഏറ്റവും പുതിയ ടാറ്റ അൾട്രാ പ്രൈം എന്നുള്ള ഒരു സ്റ്റിക്കറിങ് കാണാം. ഓരോ തവണയും ബസ്സിന്റെ ആ ഒരു കൺവീനിയൻസും കംഫർട്ടും കൂടിയിട്ടാണ് വരുന്നത്. ഇവിടെ ഒരു പാർക്ക് ലൈറ്റും ഇൻഡിക്കേറ്ററും കാണാം. താഴെയൊക്കെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഡെഫ് ടാങ്ക് കാണാം. ഡീസൽ ടാങ്ക് വരുന്നുണ്ട്. വാഹനത്തിന്റെ ഫ്രണ്ടിലും ബാക്കിലായിട്ട് എമർജൻസി എക്സിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സ്പ്ലിറ്റ് ഗ്ലാസ് കേട്ടോ. താഴെ 2 കമ്പി ഇങ്ങനെ പോയിട്ടുണ്ട്. നമ്മുടെ ഡ്രൈവറിന്റെ സൈഡിലായിട്ട് തന്നെയാണ് ഡീസൽ ടാങ്ക് വരുന്നത്. പ്ലാസ്റ്റിക് ടാങ്കുകളാണ് കൊടുത്താണ്. 120 ലിറ്ററിന്റെ ഡീസൽ ടാങ്കാണ്. ഏകദേശം നമുക്ക് ഒരു 7 മുതൽ 10 വരെ മൈലേജ് കമ്പനി പറയുന്നുണ്ട് കേട്ടോ ഹൈവേയില്. ബാക്കിൽ 2 ടയറുകൾ കാണും. ഫ്രണ്ടിലത്തെ പോലെ സെയിം പാരബോളിക് സസ്പെൻഷൻ തന്നെയാണ് കൊടുത്തത്. ടോട്ടൽ 6 വീൽ വെഹിക്കിളാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മുകളിലൊക്കെ നമുക്ക് സ്റ്റിക്കർ അടിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഈ വാഹനം നമുക്ക് ടൂറിസ്റ്റ് ബസ്സായിട്ടും സ്റ്റാഫ് ട്രാൻസ്പോർട്ടായിട്ടും അങ്ങനെ ഇഷ്ടമുള്ള തരത്തിലേക്ക് മാറ്റിയിട്ട് സെറ്റ് ചെയ്ത് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും കേട്ടോ. അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്ത സസ്പെൻഷൻ യൂണിറ്റ് ഉണ്ട്. ഇനി അത് മാത്രമല്ല ടാറ്റയുടെ സേഫ്റ്റിയെ കുറിച്ച് അറിയാലോ. പലവിധ സേഫ്റ്റി സംവിധാനങ്ങളും കൂടി ഈ വാഹനത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പരമായിട്ടാണ് ടാറ്റയുടെ ഒരു ഫ്ലീറ്റ് എഡ്ജിന്റെ ആപ്പ് ഒക്കെ ഉണ്ട്. അതുവഴി നമുക്ക് ഈ വാഹനം എവിടെ നിൽക്കണേ, ജിയോ ഫെൻസിങ്, സർവീസ് ഡ്യൂ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. അത് മാത്രമല്ല ഒരുപാട് വേറെ സേഫ്റ്റി സംവിധാനങ്ങളും കൂടെ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ടെയിൽ ലാമ്പ് യൂണിറ്റ് തന്നെ കേട്ടോ. നല്ലൊരു ക്വാളിറ്റി ഉള്ള വിദേശ യൂറോപ്പിലൊക്കെ കാണുന്ന ടൈപ്പ് ആ ഒരു ബസ്സിന്റെ ബാക്കിലത്തെ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. മുകളിൽ 2 പാർക്ക് ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ വലിയൊരു വിൻഷീൽഡ് ഗ്ലാസ് കാണാം. ഫിക്സഡ് ആണ്. ഇതും എമർജൻസി എക്സിറ്റ് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഈ വാഹനത്തിന് ബാക്കിൽ ഡിക്കി സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ റിഫ്ലക്ടർ വരുന്നുണ്ട്. മറ്റു ചില ബ്രാൻഡുകൾ ബാക്കിൽ ഡിക്കി സ്പേസ് കൊടുത്തിട്ടില്ല കേട്ടോ. പക്ഷെ നമ്മുടെ ടാറ്റയ്ക്ക് ഡിക്കി സ്പേസ് ഉണ്ട്. ഇൻബിൽഡ് തന്നെ. ഇതൊക്കെ സ്റ്റോക്ക് കണ്ടീഷൻ ആയിട്ട് ഇങ്ങനെ വലിച്ചിട്ട് വേണം തുറക്കാനായിട്ട്. ബാക്കിൽ
2 ഹൈഡ്രോളിക് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് പൊങ്ങാനായിട്ടിട്ട്. കണ്ട സിമ്പിളായിട്ട് പൊങ്ങി. കണ്ട ഇവിടെ 2 ഹൈഡ്രോളിക് യൂണിറ്റ്. അത്യാവശ്യം നമുക്ക് വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വെക്കാം, ബാഗേജും കാര്യങ്ങളൊക്കെ വെക്കാം. ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ഓണാവില്ല, കാരണം ഈ വാഹനത്തിന്റെ മൊത്തം സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഓൺ ആക്കിയിട്ട് വരുന്നുള്ളൂ. എനിക്കിപ്പോൾ ജസ്റ്റ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇവിടെ ഹൈഡ്രോളിക്സ് ആ ഒരു യൂണിറ്റ് കാണാം, ടാറ്റ എന്ന് എഴുതിയിട്ടുണ്ട്. മാർക്കപ്പോളോന്റെ ആ ഒരു ബാഡ്ജിങ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വാഹനം എടുത്തിട്ട് കസ്റ്റമർക്ക് ചെയ്യാനുള്ളത് വേണമെങ്കിൽ ഒരു TV കയറ്റാം, മ്യൂസിക് സിസ്റ്റം കയറ്റാം, ബാക്കിൽ ഒരു ക്യാമറയും കൂടി കയറ്റാം. മൊത്തം പക്ക സെറ്റപ്പ് ആയിട്ട്. ഇതാണ് ആ ഒരു ലക്ഷറി ആയിട്ടുള്ള ടെയിൽ ലാമ്പ് യൂണിറ്റ് വരുന്നത്. LED ആണ്. ബാക്കിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിന് വൈറ്റ് കളർ പ്ലസ് ആ ഒരു സൈഡിലത്തെ സ്റ്റിക്കറിങ് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എടുത്തു പറയേണ്ട കാര്യമാണ്. മുകളിൽ ഈ ഭാഗത്ത് ഒരു ഫിക്സഡ് ഗ്ലാസ് വരുന്നുണ്ട്, ബാക്കിയെല്ലാം സ്പ്ലിറ്റ് ഗ്ലാസ് തന്നെയാണ് വരുന്നത്. ഈ ഒരു ടയറിന്റെ ബാക്ക് സൈഡിലേക്ക് 2 സീറ്റുകളാണ് കൊടുത്തത്. നല്ലൊരു ലെഗ് റൂം ഉണ്ട്. നമ്മുടെ 52 സീറ്റ് ആണെങ്കിൽ 3 സീറ്റ് ബാക്കിൽ വരും കേട്ടോ. പിന്നെ താഴെ ഇവിടെ ലഗേജ് സ്പേസ് കാണാം. ഡെഫ് ടാങ്ക് വരുന്നുണ്ട്. ഏകദേശം 25 ലിറ്ററിന്റെ ഡെഫ് ടാങ്ക്, ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് ആണ് കൊടുത്തത്. ഇതൊക്കെ ജസ്റ്റ് വാഹനം ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഓടി വന്നിട്ടുള്ള ഒരു ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ചെളിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ലോ ഫ്ലോർ പർപ്പസ് പോലെ നമുക്ക് തോന്നുമെങ്കിലും സിമ്പിളായിട്ട് സ്റ്റെപ്പ് കയറാവുന്ന രീതിക്കാണ് ഇതിന്റെ സ്റ്റെപ്പിന്റെ ഒരു കൺസ്ട്രക്ഷൻ സെറ്റ് ചെയ്യുന്നത്. കണ്ട വല്ലാണ്ട് ഹൈറ്റിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല, അഡീഷണൽ താഴെ സ്റ്റെപ്പ് കൊടുക്കേണ്ട കാര്യമില്ല. ഒരു 2 സ്റ്റെപ്പ് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ടോട്ടൽ അകത്തേക്ക് കയറാനും പറ്റും. വാഹനത്തിന്റെ ഓവറോൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ 8840 mm, അതുപോലെ തന്നെ റിയർ ഓവർഹാങ് നോക്കുകയാണെങ്കിൽ 2640 mm ആണ് കൊടുത്തത്. ഇനി ഫ്രണ്ട് ഓവർഹാങ് നോക്കുകയാണെങ്കിൽ 1800 mm, പിന്നെ ഓവറോൾ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 3220 mm ആണ് കൊടുത്തതാണ്. എങ്ങനെയുണ്ട് വാഹനം? അടിപൊളിയായില്ലേ? ഇനി തരക്കേടില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസും കൊടുത്തിട്ടുണ്ട്. നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ലോ ഫ്ലോർ ആണെങ്കിലും അല്ലാട്ട 150 mm വാഹനത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസും കൊടുത്തിട്ടുണ്ട്. ഇനി അകത്തേക്ക് കയറി വരുമ്പോൾ ഇവിടെ ഒരു നെയിം ബോർഡ് കാണും. ഈ വാഹനം നമുക്ക് ലൈൻ ബസ് ആയിട്ടും യൂസ് ചെയ്യാം, ടൂറിസ്റ്റ് ബസ് ആയിട്ടും യൂസ് ചെയ്യാം, സ്റ്റാഫ് ട്രാൻസ്പോർട്ട് ആയിട്ടും യൂസ് ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ CD എന്തെങ്കിലും പെൺഡ്രൈവോ എന്തെങ്കിലും ബസ്സിന്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വേണ്ടപ്പെട്ട പേപ്പേഴ്സോ സൂക്ഷിക്കാം. ഈ ഡോറ് മുകളിലും താഴെയും ഫിക്സഡ് ആണ്, എയർ ഡോറാണ്, ഇൻബിൽഡ് ആയിട്ടാണ് ചെയ്തേക്കണേ. ഞാനിപ്പോൾ ഞെക്കി കാണിച്ചാലട്ടാ, കണ്ട അടഞ്ഞു. ഡോറ് തുറന്ന് കിടക്കുമ്പോൾ വാഹനത്തിന്റെ അകത്ത് ഒരു ബീപ് 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 നോയ്സ് കേൾക്കും. ഇവിടെ ഒരു പിടിച്ചിറങ്ങാനുള്ള ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഫുള്ള് എല്ലാ സൈഡിലും എയർ ഫ്ലോ സംവിധാനങ്ങൾ, AC-യുടെ ഒരു യൂണിറ്റ് കാണും. ഡ്രൈവർക്ക് ആയിക്കോട്ടെ നമ്മുടെ പാസഞ്ചേഴ്സിനായിക്കോട്ടെ കൺവീനിയൻസ് ആയിട്ടും കംഫർട്ടബിൾ ആയിട്ടുമാണ് ആ ഒരു AC-യുടെ വെന്റുകൾ കൊടുത്താണ്. നല്ലൊരു എയർ ഫ്ലോയും കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒക്കെ കാറ്റുണ്ട്. ഈ എഞ്ചിൻ്റെ ഈ റൂമില്ലേ ഫുള്ളി ഇൻസുലേറ്റഡ് ആട്ടാ. അകത്തേക്ക് എന്താ പറയുക, ചൂട് കയറില്ല. മാക്സിമം ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വാഹനത്തിന്റെ സീറ്റ്. ലെഫ്റ്റ് സൈഡിൽ 2 സീറ്റ്, റൈറ്റ് സൈഡിൽ 2 സീറ്റ്. ഇതാണ് ആ ഒരു കവറ് പൊളിച്ചിട്ടുള്ള ആ ഒരു സീറ്റിന്റെ കംഫർട്ട്. ഇവിടെ ഒരു ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ KSRTCയിലൊക്കെ വരുന്ന സെയിം സീറ്റ് തന്നെയാണ്. ഓരോ സീറ്റിനും സീറ്റ് ബെൽറ്റുകളും അതുപോലെ തന്നെ സീറ്റിന്റെ സെന്റർ ഭാഗത്ത് USB ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, തരക്കേടില്ലാത്ത തൈ സപ്പോർട്ടും നമുക്ക് ഈ സീറ്റിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് മാക്സിമം ഒരു പാസഞ്ചർക്ക് കംഫർട്ടാണ് ടാറ്റ ഉദ്ദേശിച്ചേക്കണേ. അത് മാത്രമല്ല ഓരോ സീറ്റിന്റെ പുറകിലും കപ്പ് ഹോൾഡേഴ്സും അതുപോലെ തന്നെ മാഗസീൻ ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുമ്പോഴുള്ള ആ ഒരു ക്വാളിറ്റി. എങ്ങനെയുണ്ട്? ഇവിടെ കാല് നേരത്തെ വെച്ചിരിക്കണമെങ്കിൽ ഇരിക്കാം, അല്ലെങ്കിൽ മുകളിലേക്ക് ഇങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ഇരിക്കാം. നിങ്ങൾക്ക് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ ഇഷ്ടപ്പെട്ട താഴ്ന്ന് കമന്റ് ചെയ്തോളൂ. ഇതാണ് പുഷ് ബാക്ക് സംവിധാനം. ഇത്രത്തോളം റിക്ലൈൻ ചെയ്യാൻ പറ്റും നമുക്ക്. ഇവിടെ ആയിട്ടാണ് ആ പുഷ് ബാക്കിന്റെ സംവിധാനത്തിന്റെ സ്വിച്ച് വരുന്നത്. പിന്നെ ആംറസ്റ്റും കൊടുത്തിട്ടുണ്ട്. കണ്ട കാലൊക്കെ നല്ല സുന്ദരമായിട്ട് നിർത്തി വെച്ച് ഇങ്ങനെ പുഷ് ബാക്ക് ഇട്ട് ഞാൻ ഇങ്ങനെ ഞെക്കി കാണിച്ചാലേ കണ്ട ഇത്രത്തോളം സുഖമായിട്ട് കിടന്നുറങ്ങി നമുക്ക് ഈ ദൂരയാത്ര ചെയ്യാൻ പറ്റുന്ന രീതിക്കും കൂടിയാണ് വാഹനത്തിന്റെ ഇന്റീരിയർ സെറ്റ് ചെയ്തേക്കണേ. കണ്ട ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സീറ്റ് ബെൽറ്റ് നമ്മുടെ കാറിന്റെ അകത്തുള്ള പോലെ കേട്ടോ, റിട്ടേൺ അകത്തേക്ക് പോകുന്ന രീതിക്കുള്ള ഒരു ലക്ഷറി സീറ്റ് സെറ്റപ്പുകളാണ് ഇതിൻ്റെ അകത്ത് കൊടുത്താണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരുപാട്. മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിനെ ഞാൻ പേര് പറയുന്നില്ല, അവരുടെ വാഹനങ്ങളിലൊന്നും ഇതേപോലെ തന്നെ ഇത്രയും ഫീച്ചേഴ്സ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എങ്ങനെയുണ്ട് വാഹനത്തിന്റെ ഇന്റീരിയർ? ഇവിടെ ഒക്കെ എയർ ഫ്ലോ വരുന്നുണ്ട് കേട്ടോ. കൂടാതെ മാഗസീനൊക്കെ വായിക്കാനായിട്ട് രാത്രി സിംഗിൾ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റുള്ളവർക്ക് ശല്യം ചെയ്യാണ്ട് നമ്മുടെ വായനയും കാര്യങ്ങളൊക്കെ നടക്കും. ഇവിടെ ഒക്കെ എയർ ഫ്ലോ സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കണ്ട ഹിഡൻ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്ട്രോങ് ആൻഡ് സ്റ്റിഫ് ബോഡി ആട്ടാ. നല്ല അറിയാലോ ടാറ്റയുടെ ആ ഒരു സേഫ്റ്റിയെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഇവിടെ AC-യുടെ ആ ഒരു എയർ വെന്റും കാര്യങ്ങളൊക്കെ കാണാം, ഫിൽറ്റർ വരുന്നുണ്ട്. ഇനി ഏറ്റി നിൽക്കണമെങ്കിൽ പിടിച്ച് നിൽക്കാനുള്ള ഒരു ഹോൾഡറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ടാറ്റയിൽ നിന്നുള്ള ഫ്രഷ് ആയിട്ടുള്ള വെഹിക്കിളാണ്. സ്റ്റിക്കർ പോലും
പൊളിച്ചിട്ടില്ല. എങ്ങനെയുണ്ട് വാഹനത്തിന്റെ ഇന്റീരിയർ? നമ്മളൊരു ടാറ്റയുടെ ഒരു സീരീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വാഹനങ്ങളായി നമ്മൾ ടാറ്റയുടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും നമുക്ക് അബ്രിയോൺ 9 എന്ന് പറഞ്ഞുള്ള ഒരു ലക്ഷറി ഒരു വിന്നറിന്റെ മോഡലുണ്ട്. ഇവിടുത്തെ ഒരു കുളുത്തൊക്കെ വരുന്നുണ്ട്. ആ കൊളുത്തുമ്പോൾ ഹാങ് ചെയ്തിടാം. വാട്ടർ ബോട്ടിൽ ഹോൾഡർ, മാഗസീൻ, കൂടാതെ താഴെ കാല് ചവിട്ടിയിരിക്കാനുള്ള ഒരു സംവിധാനങ്ങളും റെസ്റ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്റീരിയറിൽ കാര്യമായിട്ട് പറയാനുള്ളത്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഏറ്റവും അറ്റത്ത് ഓരോ സീറ്റിനും സിംഗിളായിട്ട് സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ റിക്ലൈനബിൾ അല്ല കേട്ടോ. ഏറ്റവും ലാസ്റ്റത്തെ റോ പുഷ് ബാക്ക് അല്ല കൊടുത്തത്. പിന്നെ ബാക്ക് സൈഡിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫയർ എക്സ്റ്റിംഗ്വിഷർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എമർജൻസി എക്സിറ്റ് കൊടുത്തിട്ടുണ്ട്, ടൂൾ ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബാക്ക് സീറ്റിൽ ഒന്ന് ഇരിക്കട്ടോ. ഇഷ്ടം പോലെ ലെഗ് സ്പേസ് ആണ്. നമ്മുടെ ഈ വാഹനം ടാറ്റയുടെ ഈ മാർക്കപ്പോളോ ബിൽഡ് ചെയ്തിട്ടുള്ള ഈ വാഹനം ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തോളൂ. ഈ വാഹനത്തിന്റെ കംഫർട്ടും സസ്പെൻഷനെ കുറിച്ചും AC-യുടെ കംഫർട്ടും താഴെ കമന്റ് ചെയ്തോളൂ. മുകളിൽ 2 എമർജൻസി എക്സിറ്റുകൾ വേറെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ടാറ്റയുടെ ഏറ്റവും പുതിയൊരു വാഹനം KSRTC എടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവരുടെ വാഹനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ആ കംഫർട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്തോളട്ടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം. താഴത്തെ ഫ്ലോറൊക്കെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു നല്ലൊരു കളർ ഗ്രേഡ് തന്നെയാട്ടോ കൊടുത്താണ്. ഇവിടെ ഒരു ഡ്രൈവറിനെ ചുറ്റിലും ഇഷ്ടം പോലെ അക്സസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കാണാം. ഇവിടെ സ്റ്റോപ്പ് സ്വിച്ച് ഉണ്ട്. ഇൻ കേസ് നമുക്ക് എവിടെയെങ്കിലും നിർത്തണമെങ്കിൽ ആ ഒരു ബെല്ല് ഇങ്ങനെ അമർത്തിയാൽ മതി. ഇനി നമുക്ക് ആ ഡ്രൈവർ ഡോറിന്റെ ആ ഒരു ഭാഗത്തേക്ക് പോവാം. ഇവിടെ ഇങ്ങനെ കണ്ട തുറന്നു വരണുണ്ട്. അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട് വാഹനത്തിന്റെ ഇന്റീരിയറിലുള്ള ഈ ഒരു സ്റ്റോക്ക് കണ്ടീഷനിലുള്ള ഐറ്റംസ്? ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ ഉറപ്പായിട്ടും കമന്റ് ചെയ്തോളൂ. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, വെറും 3.3 ലിറ്റർ എഞ്ചിൻ അല്ല കേട്ടാ. ഈ വാഹനത്തിന്റെ എഞ്ചിൻ കൊടുത്താണ് 3.3 ലിറ്റർ ടർബോട്രോൺ 2.0 എഞ്ചിനാണ്. ഏറ്റവും പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വന്നാണ്. നമ്മൾ ഡ്രൈവർ സീറ്റിലേക്ക് കയറി കണ്ട എയർ സീറ്റ് സംവിധാനങ്ങളാണ്. അതായത് ഡ്രൈവറും കൂടി കംഫർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടാറ്റ മോട്ടോഴ്സ്. ഇനി നമുക്ക് ഈ ഒരു ഡ്രൈവറിന്റെ കോക്പിറ്റിനെ കുറിച്ച് നോക്കിയാലോ. ഒരു 6 സ്പീഡ് ട്രാൻസ്മിഷനുള്ള ഗിയർ ആണ്, മാനുവൽ ആണ് ട്രാൻസ്മിഷൻ. സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ ടിൽറ്റും ടെലസ്കോപ്പിക് ഉണ്ട്. നമ്മുടെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. ജസ്റ്റ് ഒന്ന് ഞാൻ അനക്കി കാണിച്ചു തരാട്ടാ. ഫസ്റ്റ് ഇട്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു വലി തന്നെ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് കുറച്ച് ദൂരം ഞാൻ ഓടിച്ചു നോക്കിയായിരുന്നു. നൈസായിട്ട് കണ്ട നീങ്ങണണ്ട, അടിപൊളിയില്ലേ? ഒരു കാർ ഓടിക്കുന്ന ലാഘവത്തിൽ ഇത്രയും വലിയ ബസ് ഓടിക്കാട്ടാ. പണ്ടത്തെ പോലെ വലിയ സ്റ്റിയറിംഗ് തിരിച്ചും ഓടിച്ചും രാത്രിയാകുമ്പോൾ ക്ഷീണം വരുന്നുള്ള ഒരു പ്രവൃത്തിയേ ഇല്ല. പിന്നെ നല്ലൊരു എൻജിൻ റീട്യൂൺ ചെയ്തിട്ടുണ്ട്. എയർ ബ്രേക്ക് സംവിധാനങ്ങളാണ്. ഇവിടെ കുറേ സ്വിച്ചുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ടാറ്റയുടെ ഒരു ടോർസിൽ വരുന്ന ഒരു സെയിം ക്ലസ്റ്ററാണ്. ഇവിടെ 2 ഡ്രൈവ് മോഡുകളുണ്ട്. ലൈറ്റും ഹെവി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിയ കയറ്റൊക്കെ കയറുന്നുണ്ടെങ്കിൽ ആ ഹെവി ഒക്കെ ഇട്ടിട്ട് വേണം കയറാനായിട്ട്. പിന്നെ സ്റ്റിയറിംഗുമ്പോൾ കാര്യമുള്ള കൺട്രോളും കാര്യങ്ങളൊന്നും വരുന്നില്ല. സെൻറ്റർ ഭാഗത്ത് ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ്സ് ക്ലസ്റ്റർ വരുന്നുണ്ട്. അതിൽ തന്നെ നമ്മുടെ എയറിന്റെ സംവിധാനങ്ങളും ഡെഫ് എന്തോരുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഇതാണ് വാഹനത്തിന്റെ കീ വരുന്നത്. അതിൽ ആ പണ്ട് മുതലുള്ള ടാറ്റയുടെ ലോഗോ വരുന്നുണ്ട്. ആ ബ്ലൂ കളറിലുള്ള ചാവിയാണ് ഡെഫ് ടാങ്ക് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ചാവി. കണ്ട സ്റ്റിയറിംഗ് ഒക്കെ നിങ്ങൾ ഒറ്റ കൈ കൊണ്ട് തിരിക്കണണ്ട. പണ്ടത്തെ സ്റ്റിയറിങ്ങുകളും ഇപ്പോഴത്തെ ടൈപ്പ് സ്റ്റിയറിങ്ങും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് താഴെ കമന്റ് ചെയ്തോളൂ. നല്ലൊരു സ്മൂത്ത് ആയിട്ടില്ല ഇപ്പോഴത്തെ സ്റ്റിയറിംഗ്. ഈ ഡോർ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ ഫ്രണ്ടിലത്തെ വെച്ച്. പിന്നെ മുകളിൽ റൈറ്റ് സൈഡിൽ ഫാൻ വരുന്നുണ്ട്. ഒരു വെയിലടിക്കാണ്ടിരിക്കാനുള്ള ഷീൽഡ് വരുന്നുണ്ട്. പിന്നെ ഫയർ അലാറം സംവിധാനങ്ങളൊക്കെ ഇൻബിൽഡ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ക്രൂയിസ് കൺട്രോളും കൂടെ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ചെറിയ വാഹനത്തിന്. ഇവിടെ RPM മീറ്റർ കാണാം. ലെഫ്റ്റ് സൈഡിൽ കണ്ട അവർ എയർ എന്തോരം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. എൻജിൻ എന്തോരം റൺ ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ഹവേഴ്സ് കാണിക്കും കേട്ടോ. ഓടോയിൽ കണ്ട നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ട്രിപ്പ് B സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ട്. സ്പീഡോമീറ്റർ, അതുപോലെ തന്നെ ഫ്യൂൽ ടാങ്കിൻ്റെ ഒരു എന്തോരം കപ്പാസിറ്റി ഉണ്ടെന്നും കാണിക്കുന്നുണ്ട്. ഇവിടെ മുകളിൽ പച്ച സ്വിച്ചുകൾ കണ്ട, റെഡ് സ്വിച്ച് കണ്ട. റീജനറേഷനാണ്. ഇപ്പോൾ AC റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. AC റൺ ചെയ്താലും കാര്യമായിട്ടുള്ള എഞ്ചിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ലേശം ലോഡ് ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രം. നല്ലൊരു ക്വാളിറ്റിയുള്ള വലിയ എപ്പോഴും കിട്ടുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞുള്ള റീജനറേഷൻ്റെ സ്വിച്ച്. പിന്നെ റൈറ്റ് സൈഡിലുള്ള 2 സ്വിച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈവ് മോഡുകളാണ്. കാര്യമായിട്ടുള്ള പിന്നെ സ്വിച്ചുകളും കാര്യങ്ങളൊന്നും വരുന്നില്ലേ. ലൈറ്റിൻ്റെ മുകളിലുള്ള അകത്തുള്ള ലൈറ്റുകളുടെ സ്വിച്ചാണ്. നെയിം ബോർഡിൻ്റെ ലൈറ്റ്, പാർക്ക്, അതായത് രാത്രി നമുക്ക് എന്തെങ്കിലും ഡിം ലൈറ്റ് വേണമെങ്കിൽ അത്. പിന്നെ എമർജൻസി ആയിട്ട് ഡോർ തുറക്കാനുള്ള സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും പുതിയ അവരുടെ G550 6 സ്പീഡ് കേബിൾ ഷിഫ്റ്റ് ഗിയർ ബോക്സ് ആണ് വാഹനത്തിന് കൊടുത്താണ്. റിവേഴ്സ് ഇടുമ്പോൾ നമ്മൾ ഒരു ലെയറും കൂടെ റൈറ്റ് സൈഡിലേക്ക് തട്ടിയിട്ട് വേണം റിവേഴ്സ് ഇടാനായിട്ട്. ഇവിടെ ക്രൂസ് കൺട്രോളിലുള്ള ഒരു പാഡിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ വൈപ്പറിൻ്റെ സംവിധാനങ്ങൾ കാണണ്ട. അതിൽ വൈപ്പർ വിത്ത് വാഷറും വരുന്നുണ്ട്, വെള്ളം അടിക്കണണ്ട. അപ്പോൾ അതും അടിപൊളിയായിട്ടുണ്ടല്ലേ, നൈസായിട്ടുണ്ടല്ലേ. വലിയ ഗ്ലാസ് മൊത്തം വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഗ്ലാസ്, അതായത് വൈപ്പർ. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഹെഡ് ലാമ്പ് ഓൺ ആക്കാനുള്ള സ്വിച്ചും, അതുപോലെ തന്നെ ഇവിടെ 4 ഇൻഡിക്കേറ്ററും ബാറ്ററി കട്ട് ഓഫ് ആക്കാനുള്ള സ്വിച്ചും ഫോഗ് ലാമ്പ് ഓൺ ആക്കാനുള്ള സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. എന്താ അല്ലേ, ഓരോ ചെറിയ കാര്യങ്ങളും നോക്കിയിട്ടാണ് ഇന്ത്യൻസിന് വേണ്ടി, അതായത് നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി ടാറ്റ മോട്ടോഴ്സ് ഈ വാഹനം
നിർമ്മിച്ചേക്കുന്നത്. പിന്നെ മുകളിൽ ഇതേ റൈറ്റ് സൈഡിലായിട്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സും പിന്നെ എമർജൻസി ഡോറ് പൊട്ടിച്ചെടുക്കാനുള്ള ഒരു ഹാമേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് വാഹനത്തിന്റെ ആ ഒരു ഡ്രൈവർ സീറ്റിന്റെ ചുറ്റിലുള്ള ഒരു ഫിറ്റ്? ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ താഴെ ഒന്ന് കമന്റ് ചെയ്തോളൂ. ഇത്രയും സെറ്റപ്പ് ഉള്ള ഒരു വെഹിക്കിൾസ്, അതായത് ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ ഒരു പ്രൈസിന് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇവിടെ ഫയർ അലാറത്തിന്റെ സംവിധാനങ്ങളുണ്ട്. വാഹനത്തിന്റെ പ്രൈസ് വേരി ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഞാൻ എക്സിക്യൂട്ടീവിന്റെ നമ്പർ താഴെ കൊടുക്കാം, നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ പ്രൈസ് പറയുന്നില്ല, പ്രൈസ് കമ്പാരിറ്റീവ്ലി കുറവും കൂടിയാണ്. ഈ ഒരു നെയിം ബോർഡിലും വാഹനത്തിന്റെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഓൾ ഇന്ത്യ പെർമിറ്റിലും നമ്മുടെ ഈ മാർക്കപ്പോളോന്റെ ബോഡി കിട്ടിയിട്ട് ഒരു വാഹനം ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഒരു സർപ്രൈസ് ആണ്, ഒരു വെറൈറ്റി കളറായിട്ട്. നമ്മൾ ആ ഒരു വാഹനത്തിന്റെ റിവ്യൂ ഉടനെ തന്നെ ബസന്റെ എടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടുതൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ.